അയ്യോ വണക്കം. കേരളത്തിലെ മലയാള മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കാണിച്ചു തരാം. 2 ദിവസമായിട്ട് ഉത്തർപ്രദേശ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു സംഭവം രാജ്യത്തെ എമ്പാടും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ഒന്നും അറിഞ്ഞില്ല. നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ദളിതർ പീഡിപ്പിക്കപ്പെട്ടാൽ, നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ദളിതർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ഓടിയെത്തുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെന്നറിയാമല്ലോ. ഈ ദളിതൻ പീഡിപ്പിക്കപ്പെട്ട ആ ഒരു നിമിഷം കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ ദളിതനെ പീഡിപ്പിച്ചത് ഹിന്ദുവാണോ എന്നുള്ളതാണ്. ഹിന്ദു ആണെങ്കിൽ ആ ഹിന്ദു ആയിട്ടുള്ളവൻ്റെ ജാതിയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തിരയുന്നത്. ഹിന്ദുവായിട്ടുള്ളവൻ പീഡിപ്പിച്ചവൻ്റെ ജാതി തിരഞ്ഞതിന് ശേഷം ആ ഹിന്ദുവിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ നമ്മുടെ മാധ്യമങ്ങൾ തേടിപ്പോകും. അതായത് ഹിന്ദു ആയിരിക്കണം ദളിതനെ പീഡിപ്പിച്ചവൻ, ആ ഹിന്ദു ആയിരുന്നാൽ മാത്രം പോരാ, ഒരു സവർണ ഹിന്ദു ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ സവർണ ഹിന്ദുവായവൻ BJP അനുയായിയോ BJP അനുഭാവിയോ BJP നേതാവോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ എവിടെയെങ്കിലും മോദിയെ കാണാനോ കൈവീശി കാണിക്കാനോ നിൽക്കുന്നതായിട്ടൊരു ദൃശ്യം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് കുശാലാക്കാനുള്ള വകുപ്പായി എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഹോളി ആഘോഷം നടന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ കൊലപാതകം നടന്നു. തരുൺ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു കൊലപാതകമാണ്. ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ ആ ഹോളിയുടെ വെള്ളം പർദ്ദയിട്ട ഒരു സ്ത്രീയുടെ മേലെ തെറിച്ചു. അതും ഒരു കൊച്ചുകുട്ടി കളിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ തെറിച്ചു എന്നുള്ളൊരു കേസിന് വലിയൊരു ഗ്യാങ്, അതായത് മുസ്ലിം യുവാക്കൾ വന്ന് ഈ തരുൺ കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നൊരു റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നൊരു റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ശാന്ത് കബീർ നഗർ 2 days on, accused in Dalit man's murder still on the run എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. The prime accused Nazir Ali remains absconding following the killing of Anand Kumar, 27, on Thursday evening. Dangata Circle Officer Abhayanath Mishra said on Saturday that 10 police teams had conducted searches at nearly 25 locations in Sant Kabir Nagar, Basti and Ambedkar Nagar districts എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ ശാന്ത് കബീർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിനെയും ഉത്തർപ്രദേശ് കടന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ 2 ദിവസമായിട്ട് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് BJPയിലെ ഏതോ ഒരു നേതാവ് പറഞ്ഞത്രേ. എന്ത് പറഞ്ഞത്രേ? അതായത് ദളിതർക്ക് RSSൽ എന്താണ് കാര്യം? അയ്യോ ദളിത് വിരുദ്ധത, എൻ്റെ പൊന്നോ, ഏറ്റവും കൂടുതൽ ദളിത് MPമാരും ഏറ്റവും കൂടുതൽ ദളിത് MLAമാരും ഉള്ളത് അത് BJPയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ BJPക്കാർ പറഞ്ഞു നാക്കിലെ വെള്ളം വറ്റിയപ്പോഴാണ് CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ പോലും ഇവന്മാരൊരു ദളിതനെ കയറ്റിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു BJP നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം BJPക്കാർ നോക്കിക്കോളും എന്നുള്ളതാണ്. ഒരു വാർത്ത എന്നുള്ളതിൽ കവിഞ്ഞ് ഈ സാധനത്തിന് അങ്ങ് ബൂസ്റ്റ് ചെയ്ത് കയറ്റുകയാണ്. ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് RSS എന്ന് പറയുന്ന സംഘടന, അതായത് BJPയിൽ ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് BJPയിൽ RSS ആണ്. RSSൻ്റെ തലയെ കൊണ്ടിടും. അത് കഴിഞ്ഞ് ഹിന്ദുക്കളെ മൊത്തം അതിനകത്ത് വലിച്ചഴയ്ക്കും. സവർണരായിട്ടുള്ള, അതായത് സോ കാൾഡ് ജാതിവശാൽ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് സോ കാൾഡ്, ജനനം കൊണ്ട് ഇപ്പോൾ സവർണനായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? ജനം കൊണ്ട് സവർണനായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സവർണരായി നിൽക്കുന്ന ആൾക്കാരെ മുഴുവനും എന്ത് ചെയ്യുകയാണ്? ഇവർ പറഞ്ഞ് നീ സവർണനാണ്, നിൻ്റെ പഴയ ആൾക്കാരൊക്കെ ഇവിടെ ദളിതന്മാരെ അടിച്ചമർത്തിയതാണ്. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ആൾക്കാർ ദളിതരെ അടിച്ചമർത്തിയത് അന്ധകാലത്തിൽ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ശരി, അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇവന്മാർ വെറുതെ വിടത്തില്ല. ഇവന്മാർ ദളിത് സമൂഹത്തിൻ്റെ ഇടയിൽ പോയിട്ട് സവർണരെ സമ്പൂർണ്ണമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള പ്രക്രിയകൾ, അതിൻ്റെ പിന്നിൽ വേറെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അതായത് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഷുഡ് ക്രിയേറ്റ് മോർ ലീഡേഴ്സ് എന്ന് നമ്മുടെ അസ്ത്രം ഗഫൂറൊക്കെ പറഞ്ഞതുപോലെ, അതായത് ദളിതരെ സമ്പൂർണ്ണമായിട്ടൊരു അവർക്കുള്ളിലുള്ള അപകർഷതാബോധം അത് അവർക്കുള്ളിൽ കൂടുതലായിട്ട് ഊട്ടി ഉറപ്പിക്കുക. കാരണം നിങ്ങൾ ദളിതരാണ്, നിങ്ങളെന്തോ ദളിതരായതുകൊണ്ട് തന്നെ നിങ്ങളെന്തോ അവഗണിക്കപ്പെട്ടവരായിട്ടാണ് ഇവിടെയുള്ള സകല സമൂഹവും നിങ്ങളെ കാണുന്നത്. അപ്പം നിങ്ങളെന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂടെ കൂടിയോ എന്നുള്ളൊരു സെറ്റപ്പാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സോനത്തി തരാം എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, എനിക്കൊരു കാര്യം അവന്മാരോട് ചോദിക്കാനുള്ളത്, പാകിസ്ഥാനിലുണ്ടായിരുന്ന ദളിത് സഹോദരന്മാരും സമൂഹമൊക്കെ എവിടെ പോയി? എല്ലാവരെയും കഴുത്തറുത്ത് കൊന്നല്ലോ.
എല്ലാവരെയും കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു. പാകിസ്ഥാനിലുള്ള സകല അതിൻ്റെ ഡാറ്റ ഇപ്പോൾ കൃത്യമായിട്ട് ലഭ്യമാണ്. ചുമ്മാ അന്ന് ഗൂഗിളിൽ പോയി തപ്പി നോക്കിയാൽ മതി അവിടെയുള്ള ദളിതർക്ക് എന്ത് സംഭവിച്ചു. പിന്നെ തപ്പി കണ്ടുപിടിച്ചു കൊണ്ടുവന്നാലും ഇവന്മാർ സമ്മതിച്ചിരിക്കില്ല. IS എന്ന് പറയുന്ന സംഘടനയിൽ മൊത്തം ജൂതന്മാർ എന്ന് പറയുന്ന ടീമുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് യുവമാർ അത് സമ്മതിച്ചു. എന്തു കാര്യങ്ങളും ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത് ഫ്രണ്ടിലോട്ട് വച്ചാലും നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ കൂടെ ഒരു മരക്കിഴങ്ങും കിളട്ട് കാള ഇരുന്ന് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ചർച്ചയെന്ന് പറഞ്ഞ ഒരു പോഡ്കാസ്റ്റിലും അവൻ ഇങ്ങനെ പങ്കെടുക്കുകയാണ്. പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ ഫാക്ച്വലി മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഇവൻ പറയുന്നത് ഞാൻ രാഹുൽ ഗാന്ധി പറയുന്നേ വിശ്വസിക്കൂ, അമ്മയ്ക്കാണ് എനിക്ക് രാഹുൽ ഗാന്ധിയാണ് ഇഷ്ടം എന്ന് പറയുന്നവനോട് പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു വലിയ കൊലപാതകമാണ്. അതൊരു ദളിത് യുവാവിൻ്റെ കൊലപാതകം. ആ ദളിത് യുവാവിനെ കൊന്നിരിക്കുന്നത് നാസർ അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കേരളത്തിൽ അത് വേവില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഉത്തർപ്രദേശിൽ ഈ ഒരു വിഷയം യോഗി ആദിത്യനാഥിനെ പോലും ഇപ്പോൾ വലച്ചിരിക്കുകയാണ്. കാരണം കൊന്നുകളഞ്ഞ ശേഷം നാസർ അലി എന്ന് പറയുന്നവൻ അബ്സ്കോണ്ടിങ് ആണ്, അവൻ ഒളിവിലാണ്, അവനെ കാണാനില്ല. അവന് വല്ല സംഘടനകളും അവിടെ സംരക്ഷണം ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോലീസിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. പോലീസ് 10 പേരടങ്ങുന്ന ഒരു ടീമിനെ രൂപീകരിച്ചാണ് ഇവന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൺസ് ഇവനെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ മണ്ടയിൽ ഉണ്ടാകേറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ യവനുമായിട്ട് ബന്ധപ്പെട്ടതും യവനുമായിട്ട് അനുകൂലിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം വീടും കടകളും എല്ലാം അവിടെയുള്ള ദളിതരായിട്ടുള്ള ഹിന്ദുക്കൾ തീയിട്ട് കഴിഞ്ഞു. അങ്ങനെ തീയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇവനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് 2 ദിവസമായിട്ട് ഇവൻ ആബ്സ്കോണ്ടിങ് ആണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്താണ് ഈ സംഭവം നോക്കിക്കഴിഞ്ഞാൽ കിഴക്കൻ UPയിലെ സന്ത് കബീർ എന്ന് പറയുന്ന നഗരത്തിലെ ഒരു മാർക്കറ്റ് സ്ക്വയറിലാണ് ഇത് സാധനം നടക്കുന്നത്. 30 വയസ്സുള്ള ദളിത് യുവാവിനെ വാളുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂരമായി തല മൊത്തത്തിൽ അറുത്ത്, അതായത് കഴുത്തിൽ ഭീകരവാദികൾ കഴുത്തറക്കും പോലെ കഴുത്തറുത്ത് തല മുഴുവനായിട്ട് പ്ലക്ക് ചെയ്തെടുത്തു. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. 5 ദിവസം മുമ്പ് ഒരു അടിയുടെ പ്രതികാരമായിട്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വിവാഹ ചടങ്ങിനിടെ ഈ നാസർ അലി എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയെ വലിയ രീതിയിൽ, ഇവനൊരു പൂവാലനാണ്, വലിയ രീതിയിൽ ശല്യം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ ശല്യം ചെയ്ത ഈ നാസർ അലിയെ ഈ ആനന്ദ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തത് പിടിക്കാത്തത് കൊണ്ടാണ് ഇവൻ സന്ത് കബീറിലെ മാർക്കറ്റിൽ വെച്ച് ആനന്ദ് കുമാറിനെ കഴുത്തറുത്ത് കൊന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രോഷാകുലരായിട്ടുള്ള ഗ്രാമവാസികൾ ബബ്ഹാനി കവലയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനിടയിൽ പ്രതിയായ നാസറിൻ്റെ കടയും വീടും എല്ലാം തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 28 കിലോമീറ്റർ അകലെയുള്ള ബഖീറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാഴാഴ്ച രാത്രി വൈകിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബഖീറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊൽക്കി ചമർസൻ ഗ്രാമത്തിൽ താമസിക്കുന്ന ഇരയായ ആനന്ദ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന വെറും 18 വയസ്സ് മാത്രമായിട്ടുള്ള നാസർ അലി എന്ന് പറയുന്ന ഇവൻ പ്രതിയും 4 കൂട്ടാളികളും ചേർന്ന് വളഞ്ഞുകൊണ്ട് ആനന്ദിനെ മുട്ടുകുത്തിച്ചിരുത്തി തല വെട്ടിയെടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ചെന്നൈയിൽ ടൈൽപാളി പണിയെടുത്തുന്ന ആനന്ദ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ആദ്യം തൊണ്ടക്കുഴിയിൽ കത്തി കുത്തി ഇറക്കുകയായിരുന്നു, അതോടുകൂടി അയാൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നെ വരുന്നു. മരിച്ചയാളുടെ ബന്ധുവും ദൃക്സാക്ഷിയുമായിട്ടുള്ള രോഹിത് പറയുന്ന ഒരു കാര്യമുണ്ട്. ആനന്ദ് വൈകുന്നേരം 7 മണിയോടെ ബബ്ഖാനി ചൗക്കിൽ ഒരു മെഷീൻ ഡെലിവറി ചെയ്യാൻ വന്നു. മെഷീൻ ഡെലിവറി ചെയ്ത ശേഷം അദ്ദേഹം ചില സാധനങ്ങൾ വാങ്ങി ചൗക്കിൽ വളരെ നേരം തങ്ങി. പിന്നീട് രാത്രി വൈകി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വിവരം ലഭിച്ചതിനെ തുടർന്ന് 3 പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ സ്ഥലത്തെത്തി. SP സന്ദീപ് കുമാർ മീണ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ രോഷാകുലരായിട്ടുള്ള ഗ്രാമവാസികളെ, നിങ്ങൾ രോഷാകുലരാകരുത്, ഞങ്ങളെ പ്രതിയെ പിടിക്കും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിരിക്കുകയായിരുന്നു. ചെറുതായിട്ട് ബലം പ്രയോഗിക്കേണ്ടി വന്നു. രാത്രി 11 മണിയോടെ ADG അശോക് മൂത്ത ജെയിൻ, DIG സഞ്ജീവ് ത്യാഗി, CM അലോക് കുമാർ എന്നിവരും സ്ഥലത്തെത്തി പ്രധാന പ്രതിയായ നാസിർ അലിയെയും കൂട്ടാളികളെയും തിരയാൻ നിരവധി പോലീസുകാരെ വിന്യസിച്ചു. അപ്പോഴേക്ക് ഇവന്മാർ ആബ്സ്കോണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റ്മോർട്ടത്തിനായി ഈ മൃതദേഹം കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കോപാകുലരായിട്ടുള്ള കുടുംബാംഗങ്ങൾ, അതായത് ഇയാളുടെ കുടുംബാംഗങ്ങൾ ഇയാളുടെ നെഞ്ചിലേക്ക് ചാടി വീണ് കിടന്ന് ആംബുലൻസ് തടഞ്ഞ് ഇയാളെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഹൃദയം പൊട്ടി കരയുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ഇത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് മരണപ്പെട്ട ഒരു ദളിതനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു BJP നേതാവ്, അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദു യുവാവ്. ഇങ്ങനെ ഒരു സംഭവമായില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ ഏത് ആംഗിളിൽ കൊണ്ടെത്തിച്ചേനെ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ചുമ്മാ ജസ്റ്റ് മറ്റടം വെച്ച് ചിന്തിക്കാതെ തലച്ചോറ്
തലച്ചോറ് വെച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ കമാശിമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. വരൂ നമുക്ക് BJP നേതാവിൻ്റെ ദളിത് വിരുദ്ധതയെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യോഗി ആദിത്യനാഥിനെ പോലും ഇപ്പോൾ വലച്ചുകൊണ്ട് ഇവനെ കാണാനില്ല, ഇവൻ അബ്സ്കോണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെള്ളിയാഴ്ച പ്രതികളെ ഏറ്റുമുട്ടലിൽ വധിക്കണം എന്നാണ് അവിടെയുള്ള സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുവമാരെ ഇനി വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവിടെയുള്ള സ്ത്രീകൾ പറയണം യുവമാരെ കൊന്നുകളയണം, വേറൊന്നും ചെയ്യാൻ ഇതിനകത്തില്ല, നേരെ കൊണ്ടുപോയി വിചാരണ ചെയ്യുക, അത് ഇതൊന്നുമില്ല. പിന്നെ അതിൽ യോഗി ആദിത്യനാഥ് ബെസ്റ്റാണ്. യോഗി ആദിത്യനാഥ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണ്. അവിടെയുള്ള BJP നേതാക്കന്മാരെ പോലും വെടിവെച്ച് കൊന്നിട്ടുണ്ട് യോഗി ആദിത്യനാഥ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അതിൽ കവിഞ്ഞ് വേറെ ഒരു ശിക്ഷയും പൊന്നുമോനെ നീ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതായിരിക്കും യോഗി ആദിത്യനാഥിൻ്റെ നിലപാട്. എൻ്റെ ഭർത്താവിനെ ക്രൂരമായി കൊലപ്പെടുത്തി, ഞങ്ങൾക്ക് ജീവന് പകരം ജീവൻ വേണം, അതിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്നാണ് മരിച്ചയാളുടെ ഭാര്യ പറയുന്നത്. മരിച്ചയാളുടെ പിതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരുള്ള 3 വ്യക്തികൾ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പോലീസ് അവിടെ എത്തി ഗ്രാമവാസികളെ മുഴുവൻ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു ഇഷ്യൂ നമ്മുടെ നോർത്ത് ഇന്ത്യ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പിന്നെ ഇതിൽ കേരളത്തിലൊരു സ്കോപ്പില്ല. ഇത് കേരളത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടായാലോ, അത് ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കിട്ടുള്ളൂ. ഹിന്ദു ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അണ്ടിപ്പരിപ്പും ബദാമൊന്നും കിട്ടില്ല, പിന്നെ തെണ്ടി നടക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ഇത് ചർച്ച ചെയ്യാതെ വേറെ വിഷയങ്ങളുണ്ടല്ലോ, ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വിഷയങ്ങൾ ഊതി വീർപ്പിച്ചങ്ങ് ചർച്ച ചെയ്ത് കേരളത്തിൽ നമ്മുടെ ഇന്ത്യ മൊത്തം സമ്പൂർണ്ണമായിട്ട് മറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയം നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ അത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കും, ചിന്തിക്കും. എന്തുകൊണ്ട് അത് ചർച്ച ചെയ്തിട്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല എന്ന് നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ശ്രദ്ധിക്കും, ചിന്തിക്കും. ഒന്നുകിൽ രണ്ടും ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും ചർച്ച ചെയ്യരുത്. ഇതാണ് അവിടെ എടുക്കേണ്ട ഒരു നിലപാടെന്ന് പറയുന്നത്. ഇത് രണ്ടും ചർച്ച ചെയ്യാതെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 3-ൽ നിന്ന് 30-ലോട്ടും അതിൽ നിന്ന് ഭരണത്തിലോട്ടും എത്താൻ കൂടുതൽ നേരെ ഒന്നും വേണ്ടി വരില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അപ്പോൾ ശരി.